ദി റിയൽ സോൾമേറ്റ്. രചന മുഹസിന അൻസീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മുകളിലെ തന്റെ മുറിയിലെത്തിയ കിഷോർ അവിടെ നന്ദയെ ചുറ്റും പരതിക്കൊണ്ട് വിളിച്ചു. പക്ഷെ അവൾ അവിടെയൊന്നും കണ്ടില്ല. വീണ്ടും തനിച്ചായതുപോലെ തോന്നി അവന്. അവന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നോക്കി. അവിടെ ഒരു മൂലയിലായി വിവാഹ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് കരയുന്ന നന്ദയുടെ അടുത്തേക്ക് അവൻ പാഞ്ഞെടുത്തു. അവളെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച് അതിന് കഴിയാതെ അവളെ നിരാശയോടെ അവൻ നോക്കി. ഈ ചേട്ടാ, ഓടി വന്ന എപ്പോഴത്തെയും പോലെ എന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ ഈ ഭൂമിയിൽ നിന്നെ ഒരിക്കലും എന്റെ കിച്ചേടിന് കഴിയില്ല. നിറകണ്ണുകളോട് അവൾ അത് പറയുമ്പോൾ അവൾ അവനിൽ നിന്ന് അകറ്റിയവരെ പച്ചക്ക് കത്തിക്കാനുള്ള ദേഷ്യം അവന്റെ സിരകളിൽ നിറഞ്ഞു. നന്ദ, നിന്നെ നിന്ന് അകറ്റിയവരെ കൊല്ലാതെ കിഷോറിന് മരണമില്ല. അതെനിക്ക് എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും അവന്റെ മരണം ഈ കിഷോറിന്റെ കൈ കൊണ്ട് തന്നെയാവും. അവൻ പറഞ്ഞ് കിഷോർ തിരിഞ്ഞടന്നു. ശേഷം നന്ദയാവൻ തിരിഞ്ഞു നോക്കി. ഞാൻ ഓഫീസിൽ പോവാ, ഇന്നൊരാളെ കാണാനുണ്ട്. ഇനി കുറച്ചാൾ ഞാൻ ലോങ് ലീവ് എടുക്കാൻ പോവാ. നിന്നെ ഇല്ലാതാക്കിയവരിലേക്കുള്ള എൻ്റെ ദൂരം കുറഞ്ഞെന്ന് മനസ്സ് പറയുന്നുണ്ട്. നീ പറയാതെ തന്നെ ഞാൻ അവരെ കണ്ടുപിടിക്കും. ഇത് ഈ കിഷോർ കുമാറിന്റെ വാക്കാ. കിഷോർ അവന്റെ സോൾമേറ്റിന് കൊടുക്കുന്ന വാക്ക്. അതും പറഞ്ഞ് ആ വേഗത്തിൽ നടന്നുപോയി. എനിക്കറിയാം കിച്ചേട്ടാ, നിങ്ങൾ അവരെ കണ്ടെത്തുന്നു. നിങ്ങളുടെ മുന്നിൽ ഇത്രകാലം വേഷം കിട്ടിയവൻ്റെ മുഖംമൂടി നിങ്ങൾ വലിച്ച് കീറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് മാത്രമല്ല മോചനം കിട്ടുന്നത്. നന്ദ അത്രയും മനസ്സിൽ പറഞ്ഞ് വിദൂരതയിലേക്ക് നോക്കി. ഓഫീസിൽ പോകുന്ന വഴിയിൽ ജിതിൻ പറയുന്ന കാര്യങ്ങളൊന്നും കിഷോർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെ ചിന്തകൾ ഭൂതകാലത്തിലേക്ക് അലയുകയായിരുന്നു. അന്ന് നന്ദയെ പെണ്ണ് കാണാൻ പോയിട്ട് അവളോട് സംസാരിക്കാതെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് കിഷോറിനൊരു സമാധാനവും തോന്നിയില്ല. കിഷോർ അവന്റെ അമ്മയോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാരമില്ല മോനെ, എല്ലാ കുടുംബത്തിലും കാണും അങ്ങനെ ഒരു ഇത്തിയിൽ കണ്ണി. അങ്ങനെയുള്ളവരോട് കൂടുതൽ സംസാരിക്കാൻ പോയാൽ നമ്മുടെ മാന്യതയെ പോലും അത് ബാധിക്കും. എൻ്റെ മോനെ കുറിച്ച് ഇല്ലാവചനം പറഞ്ഞതിന് അവർക്ക് ദൈവം കൊടുത്തോളും. ഇനി നന്ദമോളെ പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ട് സംസാരിക്കുന്നതാവും നല്ലത്. എനിക്കും കാണണം എൻ്റെ കുട്ടിയെ. ഞാൻ ഗീതയോട് പറഞ്ഞ നന്ദമോളുടെ അമ്മയോട് നമ്മുടെ ആവശ്യം അറിയിക്കാൻ പറയാം. പറ്റുമെങ്കിൽ നാളെ തന്നെ കാണുമെന്ന് പറയാം. എൻ്റെ ലക്ഷ്മി അമ്മ എൻ്റെ മുത്താണ്. കിഷോർ അവൻ്റെ അമ്മയുടെ കാവിൽ നിന്ന് വലിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു. എവിടെ ലക്ഷ്മി അമ്മയുടെ കുമാരേട്ടൻ? എടാ ചെറുക്ക, നീ പോത്തുപോലെ വളർന്നൊന്നും ഞാൻ നോക്കില്ല. എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നല്ലോണം കിട്ടും. അമ്മയെ ഞാനും തമാശയല്ലേ. അച്ഛൻ ശരിക്കും എവിടെ പോയതാ? നിന്റെ കല്യാണമാണെന്ന് അറിഞ്ഞിട്ട് അങ്ങേർക്ക് ഇവിടെ ഇരിപ്പുറക്കുന്നില്ല. വീടൊക്കെ പെയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആളെ തപ്പി പോയതാ. ഇന്ന് അവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ അച്ഛനോട് പറയാൻ നിൽക്കണ്ട. എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ട് അമ്മ തന്നെ ആദ്യം അച്ഛനോട് പറയും. രണ്ടാൾക്കും പരസ്പരം ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. ഒടുക്കത്തെ പ്രേമല്ലേ. ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ രണ്ടാളെയും പിരിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് വേണം എൻ്റെ അച്ഛനെ കൊണ്ട് നല്ല ഒന്നിനെ നോക്കി കെട്ടിക്കാൻ. പാടെ ചേർക്ക, മരണത്തിന് പോലും ഞങ്ങളെ പിരിക്കാൻ കഴിയില്ല. അപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. ആ ശബ്ദം വീണ്ടും വീണ്ടും കാതിൽ കേട്ട നിമിഷം കാർ വലിയ ശബ്ദത്തോടുകൂടി ബ്രേക്ക് ഇട്ട് നിന്നു. കിഷോറും ജിതിനും ഒരുപോലെ മുന്നോട്ട് ആഞ്ഞുപോയി. സീറ്റ് ബെൽറ്റ് രണ്ടുപേരും ഇട്ടുകൊണ്ട് രണ്ടുപേർക്കും പരിക്കളൊന്നും ഉണ്ടായില്ല. എന്തു ടീച്ചു? കിഷോറിന്റെ കരഞ്ഞലിങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിയാണ് ജിതിൻ അത് പറഞ്ഞത്. ഏയ് ഒന്നുമില്ല. നിനക്ക് എന്താടാ പറ്റിയത്? ഇന്ന് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. 5th പഠിക്കുമ്പോൾ വേറെ സ്കൂളിൽ നിന്ന് ഞാൻ പഠിക്കുന്ന സ്കൂളിൽ വന്ന അന്ന് മുതൽ ഞാൻ നീ കൂട്ടുകൂടിയതാ. അന്നു മുതൽ കൂട്ടുകാരെന്നതിലുപരി നമ്മൾക്കിടയിൽ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. പിന്നീടുള്ള നമ്മുടെ പഠനങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു. UK പോയി പഠിക്കാൻ നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നില്ലേ? അന്നൊന്നും നീ എന്നിൽ നിന്നൊന്നും മറച്ചു വെച്ചിരുന്നില്ല. നന്ദ നിന്റെ ലൈഫിൽ വന്നപ്പോഴും നീ എന്നോട് അങ്ങനെ തന്നെയായിരുന്നു. ബട്ട് ഐ ഫീൽ സംതിങ് ഈസ് യു ഹൈഡ് ഫ്രം മീ നൗ. ആം ഐ കറക്റ്റ്? കിഷോർ അതിന് മറുപടിയൊന്നും കൊടുത്തില്ല. അവൻ കാർ വീണ്ടും മുന്നോട്ടെടുത്തു. ഓഫീസ് എത്തുന്നവരെ ആർക്കിടയിലും മൗനം തളം കെട്ടി നിന്നു. കിഷോറിന്റെ മനസ്സിൽ ഒരു പിടിവലി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആര് വിശ്വസിക്കും? അവനിപ്പോൾ സ്വന്തം നീളിനെ വരെ സംശയമാണ്. എന്നാലും ജിതിൻ ഒരിക്കലും അങ്ങനെ ചതി ചെയ്യില്ലെന്ന് കിഷോറിന്റെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്നത്തെ ദിവസം ഏറെ വൈകിയാണ് കിഷോർ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചത്. ജിതിനും കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരു ദിവസം കൊണ്ട് അന്യരായ പോലെ തോന്നി ഇരുവർക്കും. ആദ്യം സംസാരിച്ചു തുടങ്ങിയ കിഷോറാണ്. ജിത്തു, സോറിടാ, ഞാൻ ഇന്ന് നന്ദയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. അതാ പിന്നെ ഒന്നും മിണ്ടാതിരുന്നേ. ഈ കഴിഞ്ഞ ഒരു വർഷം നീ നന്ദയുടെ ഓർമ്മയിൽ തന്നെയായിരുന്നു കിച്ചു. അപ്പോഴൊന്നും നിന്നിൽ നീ അകൽച്ച ഞാൻ കണ്ടിരുന്നില്ല. നിന്നെ പോലെ എനിക്കും സങ്കടമുണ്ട്. അവിടെ എൻ്റെ കൂടെ അനിയത്തിയല്ലടാ. എത്രയും പെട്ടെന്ന് നന്ദയുടെ കൊലപാതകയെ കണ്ടുപിടിക്കണം ജിത്തു. എന്നാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. നീ പറഞ്ഞാൽ ശരി തന്നെയാ. എത്രയും പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കണം. കിച്ചു, നിന്റെ കൂടെ എന്തിനും ഞാനുണ്ട്. അപ്പോഴും കിഷോറിന്റെ മുഖത്ത് വിഷാദഭാവം മാറിയിരുന്നില്ല. കിഷോർ ജിത്തുവിന്റെ വീടിന്റെ അടുത്ത് കാറ് നിർത്തി. കിച്ചു, നീ കയറുന്നില്ലേ? അമ്മയാച്ചു നിന്നെ ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ എന്നും പരാതി പറയാറുണ്ട്. ഇല്ലടാ, എനിക്ക് ചെറിയ തലവേദന, വീട്ടിൽ പോയി കിടക്കട്ടെ. ഓക്കേടാ. ജിതിന്റെ ഭാര്യയാണ് അർച്ചന എന്ന അച്ചു. നന്ദ മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അവരുടെ വിവാഹം. ജിതിന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ശാരദയുടെ മകളാണ്.
പഠിക്കുന്ന സമയത്ത് രണ്ടുപേരും പരസ്പരം പറഞ്ഞില്ലെങ്കിലും തമ്മിൽ ഇഷ്ടമായിരുന്നു. പിന്നീട് ഉപരിപഠനത്തിന് ജിതിൻ UK പോയി തിരിച്ചു വന്നപ്പോൾ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കണ്ടുമുട്ടലിൽ ജിതിൻ അവന്റെ പ്രണയം തുറന്നു പറഞ്ഞു. അവളിലും അപ്പോൾ അതേ പ്രണയമായിരുന്നു. അർച്ചനയുടെ അമ്മ മരണപ്പെട്ടതോടെ തീർത്ത് അവൾ ഒറ്റയ്ക്കായി. വാടക വീട്ടിൽ നിന്നും പിന്നീട് അവളുടെ താമസം അമ്മാവന്റെ വീട്ടിലായി. വിവരങ്ങൾ അറിഞ്ഞ ജിതിൻ അവന്റെ അമ്മയോട് അവന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അവന്റെ അച്ഛനും അമ്മയും എതിർത്തു. അവളില്ലാതെ ആരെയും അവൻ വിവാഹം കഴിക്കില്ലെന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് അവർക്കതിന് സമ്മതിക്കേണ്ടി വന്നു. അതിന് ജിതിൻ അർച്ചനയുടെ കഴുത്തിൽ താലി കെട്ടി അവളെ സ്വന്തമാക്കി. കിഷോർ കാറ് മുന്നോട്ടെടുത്തു. ജിത്തുവിനോട് നന്ദയുടെ കാര്യം പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ തോന്നി നന്ദക്ക് അത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന്. നന്ദയെ കാണാൻ തോന്നുക. കിഷോർ വീണ്ടും ഡ്രൈവിംഗിൽ ഫോക്കസ് ചെയ്തു. ഹലോ കീച്ചേട്ടാ. ഞെട്ടിക്കൊണ്ട് കിഷോർ കാർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി. നന്ദ. എന്നാലും എന്റെ കീച്ചേട്ടാ എന്തൊരു സ്പീഡൊന്ന് പതുക്കെ പോ. നന്ദ. അത്രമേൽ ആർദ്രമായ കിഷോറിന്റെ വിളി നന്ദയെ ആരോ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒപ്പം അവന്റെ ഓർമ്മകളും പുറകിലേക്ക് സഞ്ചരിച്ചു. ഏയ് നന്ദ, ഇവിടെ കുറേ നേരം വന്നിട്ട്? ഏയ് ഇല്ല, ഇപ്പൊ എത്തിയുള്ളൂ. വീട്ടിൽ വീണ്ടും വരാനൊരു മടി, അതുകൊണ്ട് ഇവിടെ ഈ മാള് വരാൻ പറഞ്ഞു. നന്ദക്കതൊരു ബുദ്ധിമുട്ടായോ? ഏയ് ഒരിക്കലും ഇല്ല. വീട്ടിൽ വെച്ച് മാമി അങ്ങനെയൊക്കെ പറഞ്ഞതിന് സോറി കേട്ടോ. മാമിയുടെ ക്യാരക്ടർ അങ്ങനെയാ, മനസ്സിലൊന്നും വെക്കരുത് കേട്ടോ. ഏയ് അതൊക്കെ ഞാൻ അപ്പം തന്നെ വിട്ടു വന്ന. തനിക്കിനെ ഇഷ്ടമായോ? മൂളിയെ പോരാ, പറ, എന്നെ ഇഷ്ടമായോ? ആ ഇഷ്ടായി. ആ, എന്നെ കുറിച്ച് എന്തൊക്കെ അറിയാം നന്ദക്ക്? കേൾക്കട്ടെ. അത് അമ്മ പറഞ്ഞിട്ടുണ്ട് ഇയാൾ നല്ലതാന്ന്. പിന്നെ എനിക്കും തോന്നി. എന്ത് നല്ലതാന്ന്? നമുക്കത് നല്ല ഫ്രണ്ട്സ് ആവാം. എന്നിട്ട് തനിക്കെല്ലാം കൊണ്ട് ഞാൻ സെറ്റ് ആവും നോക്ക്. എന്നിട്ട് നമുക്ക് കേട്ടാം. അപ്പൊ സെറ്റ് ആയില്ലെങ്കിലോ? നീ നിന്റെ മാമിയുടെ മോനെ കിട്ടി ഹാപ്പിയായിട്ട് ജീവിക്കുക. അപ്പൊ കിഷോറോ? കിഷോറിയുടെ മാനസവനെയും പാടി നടന്നോളാം. ആ, വേറെന്ത് ചെയ്യാന്? അതെ, ഒരു കാര്യം ചോദിക്കട്ടെ? ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോന്നറിയില്ല. നേരത്തെ പറഞ്ഞ മാനസമൈനയില്ലേ, അത് ഏത് പാട്ടാ? എനിക്കറിയില്ലല്ലോ. അതൊക്കെയുണ്ട്, പഴയൊരു ഫിലിമിലെയാ. അപ്പോഴേക്ക് അവർ ഓർഡർ ചെയ്ത ജ്യൂസ് എത്തിയിരുന്നു. അവന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ അവൾ അവനെ തന്നെ ഉറ്റുനോക്കി. ഡ്രീം ചെയ്തു വെച്ച മീശയും താടിയും തിളക്കമുള്ള ആ കാപ്പി കണ്ണുകളും ആ കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയം ആളൊരു നിമിഷം നോക്കി നിന്നു. അവന്റെ നോട്ടം അവളിൽ പതിഞ്ഞ നിമിഷം ആൾ കണ്ണുകൾ പിൻവലിച്ചുകൊണ്ട് ജ്യൂസിൽ സ്ട്രോ ഇട്ട് പതുക്കിയെന്ന് ഇളക്കി അവനെ നോക്കാതെ അത് ചുണ്ടോട് ചേർത്തു. ആ നിമിഷം അവനും ആളെന്ന മായിക ലോകത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാ പോട്ടെ, പിന്നെ കാണാം. ഓക്കെ നന്ദ, സീ യു ലേറ്റർ. ഷുവർ. അതും പറഞ്ഞ അവൾ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് കിഷോറിനോടായി പറയാൻ തുടങ്ങി. പിന്നെ ഇയാളെനിക്ക് സെറ്റായിട്ടില്ലെങ്കിൽ ഞാൻ സെറ്റാക്കി എടുത്തോളാം. മാമിയുടെ മോനെനിക്ക് വേണ്ട കേട്ടോ, അതെനിക്കൊരിക്കലും സെറ്റാവില്ല. അവനാൾ നോക്കി ചെറുതായെന്ന് ചിരിച്ചു. നിന്നെ ഒരു മാമിയുടെ മോനെ ഞാൻ വിട്ടുകൊടുക്കില്ല പെണ്ണേ. നീ എന്നും ഈ കിഷോറിന്റെ മാത്രമായിരിക്കും. അവനവന്റെ താഴിൽ തലോടി നന്ദയെ നോക്കി അത്രയും മനസ്സിൽ പറഞ്ഞാൾ നോക്കി ചിരിച്ചുകൊണ്ടെന്ന് കണ്ണിറുക്കി കാണിച്ചു. പിന്നീട് അവരുടെ കൂടിക്കാഴ്ചകൾ പതിവായി. ഒരു ദിവസം വൈകുന്നേരം നന്ദയെ കാത്ത് അവൾ വർക്ക് ചെയ്യുന്ന അവിടെ തന്നെ സ്ഥാപനമായ RK ഗ്രൂപ്പിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു കിഷോർ. ലെയർ കട്ട് ചെയ്ത മുടിയൊരു കൈ കൊണ്ടൊതുക്കി ഇളം പിങ്ക് ചുരിദാറിൽ പുഞ്ചിരിയോടെ നടന്നു വരുന്ന നന്ദയെ തന്നെ കണ്ണെടുക്കാതെ കിഷോർ നോക്കിന്ന് പോയി. നന്ദ മുന്നിൽ വന്ന് കൈവീശി കാണിച്ചപ്പോൾ ഒരു കള്ളച്ചിരിയോടെ അവനവളെ വീണ്ടും നോക്കി. ഇങ്ങനെയൊന്നും എന്റെ മുന്നിൽ വന്ന് നിൽക്കല്ലേ വേണേ. കല്യാണം വരെ ഈ കിച്ചേടന് പിടിച്ചിരിക്കാൻ പറ്റില്ല കേട്ടോ. ഈ വേഷത്തിനെന്താ കുഴപ്പം? ആൾ സ്വന്തം ഡ്രസ്സിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് മറുപടി അവനൊന്ന് ചിരിച്ചതേയുള്ളൂ. ആറ് യാത്ര തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ചാറ്റിൽ മഴയിൽ തുടങ്ങി അത് ശക്തിയായി പ്രാപിക്കാൻ തുടങ്ങി. മുന്നോട്ടുള്ള കാഴ്ചകളെ മറക്കുന്ന രീതിയിൽ മഴ കനത്തു. ഒരു കട്ട് റോഡിലേക്ക് കയറി ഒരു മാവിൻ ചോട്ടിൽ കാർ ഒതുക്കി നിർത്തി കിഷോർ. മഴയൊന്ന് കുറയട്ടെ എന്നിട്ട് പോവാം അല്ലേ നന്ദ? തണുക്കുന്നു ചേട്ടാ, ഈ AC ഒന്ന് ഓഫ് ചെയ്യോ? AC ഓഫ് ആക്കിയിട്ടും തണുത്തി ഉറക്കുന്ന നന്ദയെ കിഷോർ നിമിഷം നോക്കി നിന്നു. ശേഷം അവളുടെ കൈകൾ കൂട്ടി തിരുമ്മി അവന് നെഞ്ചോട് അവളെ ചേർത്ത് നിർത്തി. ഒരു പൂച്ചക്കുട്ടിയെ പോലെ അവൾ അവന്റെ നെഞ്ചിൽ തലയായിച്ചു. കിച്ചേട്ടാ. ആ വിളിയിൽ അവന്റെ കൈകൾ ആളുടെ ഇടുപ്പിലമർന്നു. ആളൊരു പിടച്ചിലോട് അവനെ നോക്കി. പ്രണയത്തിനോടൊപ്പം വശ്യതയോടെ ആ കാപ്പി കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ആ നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. നന്ദ, ഞാനൊന്ന് കിസ് ചെയ്തോട്ടെ? അവളിൽ നിന്ന് ആ നേർത്ത മൂളൽ കേട്ട ആ നിമിഷം തന്നെ അവന്റെ ചുണ്ടുകൾ അവളുടെ അധരങ്ങളെ കവർന്നിരുന്നു. മഴയുടെ ശക്തി കുറഞ്ഞു വന്നു. ഇരുവരും ഒരു പിടച്ചിലോടെ ചുറ്റും നോക്കി. എന്താണ് ഇപ്പോൾ ഉണ്ടായതെന്ന് അവർ പരസ്പരം പറയാതെ പറഞ്ഞു. പരിസരം പോലും മറന്നുകൊണ്ട് അല്പം മുമ്പ് ചെയ്തു പോയ കാര്യം ഓർത്തപ്പോൾ നാണം കൊണ്ട് അവളുടെ മുഖം ചുവന്ന് തുടുത്തു. കിഷോറിന്റെ മുഖത്ത് നോക്കാനാവാതെ അവൾ തലകുനിച്ച് നിന്നു. കിഷോർ ഡ്രൈവിംഗിന്റെ ഇടയിലും അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും പുഞ്ചിരിയോടെ നോക്കി നിന്നു. വീണ്ടും അവരുടെ കൂടിക്കാഴ്ചകൾ തുടർന്നു.
അതിർവരമ്പുകൾ ലംഘിക്കാതെയുള്ള കണ്ടുമുട്ടലുകൾ അവർ പരസ്പരം ആസ്വദിച്ചു. രണ്ടുപേരും വേർപിരിയാൻ പറ്റാത്ത വിധത്തിൽ അടുത്തു. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ലക്ഷ്മി അമ്മയും കുമാരനച്ഛനും നന്ദയെ കാണാൻ നന്ദയുടെ വീട്ടിൽ വന്നു. രാമകൃഷ്ണനും ഭാര്യ ഇന്ദുമതിയും നന്ദയും അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. മരുമകളോട് വിശേഷങ്ങൾ പറഞ്ഞ് മതി വരുന്നുണ്ടായിരുന്നില്ല ലക്ഷ്മി അമ്മക്ക്. അവരുടെ കൂടെ ജിതിന്റെ അമ്മ ഗീതയും അച്ഛൻ സേതുമാധവനും ഉണ്ടായിരുന്നു. എന്നാൽ നന്ദയുടെ മാമിയുടെ മുഖത്ത് അവരെയൊക്കെ കൊന്നു ഇന്നാളുടെ ദേഷ്യമുണ്ടായിരുന്നു. സ്വന്തം മകന്റെ ഭാര്യ അവർ നന്ദയെ സങ്കല്പിച്ചിരുന്നു. എന്നാൽ നന്ദയ്ക്ക് വിഷ്ണു ഒരു സഹോദരനെ പോലെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവളത് എതിർത്തു. എന്നിട്ടും വീണ്ടും വീണ്ടും സുഭദ്ര അവരുടെ ആഗ്രഹം നടത്താൻ ശ്രമിച്ചു. അത് നന്ദയോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല. RK ഗ്രൂപ്പിന്റെ ഒരേ ഒരു അവകാശം നന്ദയെ തന്റെ മകൻ വിഷ്ണു കെട്ടിയാൽ അവളിലൂടെ വന്നു ചേർന്ന സ്വത്ത് മാത്രം മോഹിച്ചായിരുന്നു ആഗ്രഹം. അതൊക്കെ ഇല്ലാതാക്കാമെന്നവരുള്ള പക സുഭദ്രയിൽ മുന്നിട്ട് നിന്നു. ബാക്കിയുള്ളവരൊക്കെ നിറഞ്ഞ സന്തോഷത്തിലായിരുന്നു. ഒത്തിരി നേരത്തെ വിശേഷം പറച്ചിലിനും ഭക്ഷണം കഴിക്കലിനും ശേഷമാണ് അവർ അവരുടെ വീട്ടിലേക്ക് തിരിച്ചത്. ലക്ഷ്മി നന്ദയുടെ നെറ്റിയിൽ അമർത്തിമുത്തിക്കൊണ്ട് യാത്ര പറയുമ്പോൾ അതെന്നേക്കുള്ള യാത്ര പറച്ചിലാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ കിഷോറിന്റെ അച്ഛനും അമ്മയും സഞ്ചരിച്ച കാറിൽ ഒരു ലോറി വന്നിരിക്കുകയായിരുന്നു. രണ്ടുപേരും അപ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നു. കിഷോർ കരയാൻ പോലും ആവാതെ അവർക്കരികിലിരുന്നു. മുത്തശ്ശിയും മുത്തശ്ശനും അവന്റെ ഇടവും വലവും നിന്ന് അവനെ താങ്ങി. നിറകണങ്ങളോടെ നന്ദി അവർക്കരികിൽ പാവ് കണക്കിന് നിന്നു. എത്ര പെട്ടെന്നാണ് കല്യാണ വീട് ഒരു മരണ വീടായത്. കെട്ടിക്കൊണ്ടുവരാൻ പോകുന്ന പെണ്ണിന്റെ ദോഷാവും ഇതൊക്കെ. എന്തായാലും ഇത് വല്ലാത്തൊരു ദോഷായിപ്പോയി. പയറുപോലെ നടക്കുന്ന 2 ജീവനല്ലേ എടുത്ത്. നാട്ടുകാരും കുടുംബക്കാരും അങ്ങനെ ഓരോന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞ് സന്തോഷം കണ്ടെത്തി. മംഗലത്തറവാടിന്റെ തെക്കേ വളപ്പിൽ കിഷോറിന്റെ അച്ഛനും അമ്മയും വിശ്രമിച്ചു. മുത്തശ്ശൻ നാരായണനും മുത്തശ്ശി കാർത്തിയാനിയും അവരുടെ കൊച്ചുമകനെ ആശ്വസിപ്പിച്ചു. നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും അടക്കം പറച്ചിൽ അവരും കേട്ടതാണ്. അങ്ങനെ ദോഷം ഞങ്ങളുടെ നന്ദമോൾക്കില്ല എന്ന് പറഞ്ഞ് അവരവരുടെ വാടപ്പിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു കല്യാണ സദ്യ കഴിക്കേണ്ടടുത്ത് 41 ചോറ് കഴിക്കേണ്ടി വന്നല്ലോ. നന്ദയുടെ മാമി അങ്ങനെ പറയുന്ന കേട്ടുകൊണ്ടാണ് കിഷോർ പുറത്തേക്ക് വന്നത്. അവനവരെ കടുപ്പത്തിലൊന്ന് നോക്കി. പിന്നീട് ഒന്നും മിണ്ടാതെ അവർ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചു. ഇനിയിപ്പോ കല്യാണത്തിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം? ഞാൻ അന്ന് പറഞ്ഞല്ലേ എന്റെ വിഷ്ണുവിന് നന്ദയെ ജീവനാന്ന്. അവനാളെ പൊന്നുപോലെ നോക്കിയെന്ന്. അപ്പൊ നിങ്ങൾ രണ്ടാളൊന്നും മിണ്ടിയില്ല. ഇപ്പൊ എന്തായി? നമ്മുടെ കുട്ടിയുടെ ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്നാ അവിടെയുള്ളവർ പറയുന്നത്. എന്റെ വിഷ്ണുവിന് നന്ദയെ തന്നിരുന്നെങ്കിൽ നമ്മുടെ കുട്ടിയെക്കുറിച്ച് വല്ലവരുടെയും വായിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമായിരുന്നോ? വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ സുഭദ്ര രാമകൃഷ്ണനോടായി പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.